ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് നമുക്ക് മാതൃക കാണിച്ചു തരുന്ന അബ്രഹാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ ഒരു സംഭവം കാണുന്നു. സോദോം ഗോമോറ ദേശങ്ങൾ പാപത്തിൻ്റെ ഭീകരത മൂലം ദൈവസന്നിധിയിൽ ഒരു നിലവിളിയായി ഉയർന്നപ്പോൾ ദൈവം ആ പ്രദേശത്തെ മുഴുവൻ അഗ്നിയിറക്കി നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. സ്വവർഗഭോഗം എന്ന പാപത്തിൽ ആ പ്രദേശത്തെ ജനങ്ങൾ അനുതപിക്കാതെ തുടർച്ചയായി വളരെ നാളുകൾ മുന്നോട്ട് പോയപ്പോൾ ദൈവം ഒടുവിൽ ആ പ്രദേശത്തെ നശിപ്പിക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. എങ്കിലും അത് നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് അതിനെ രക്ഷിക്കാൻ ഒരു അവസാന ശ്രമമെന്ന നിലയിൽ ദൈവം തനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ആ മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 5 കാര്യങ്ങൾ ഇന്ന് തിരുവചനം ശുശ്രൂഷയിൽ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ട്, അബ്രഹാമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ആത്മാവിൽ വലിയ വിശ്വാസത്തോടുകൂടെ ഉള്ളതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സോദോമിനെയും ഗോമോറയും നശിപ്പിക്കും എന്നറിഞ്ഞ അബ്രഹാം അത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: അബ്രഹാം അപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. അബ്രഹാം അപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു എന്ന് വചനം പറയുകയാണ്. ഇത് ആത്മാവിലെ ഉറപ്പുള്ള ഒരു വിശ്വാസത്തെ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ അബ്രഹാം പിടിവിടാതെ ഉറച്ചു നിന്നു. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. വീണ്ടും യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള അനേക ജനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് നോക്കാൻ പോലും ഭയപ്പെടുമ്പോൾ വലിയ വിശ്വാസത്തോടും കോൺഫിഡൻസോടും കൂടി, ഉറപ്പുള്ള ഒരു പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ മുൻപിൽ ഒരു മകൻ എന്നുള്ള നിലയിൽ അബ്രഹാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് വലിയ വിശ്വാസത്തോടെ മധ്യസ്ഥം വഹിക്കുന്നത് എനിക്കും നിങ്ങൾക്കും മാതൃകയാണ്. ജോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: നിന്റെ നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ പകരുന്നില്ലേ? നിന്റെ നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ പകരുന്നില്ലേ? നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? നിന്റെ ദൈവഭക്തി നിനക്ക് ബലം തരുന്നില്ലേ? നിനക്ക് ഉള്ളിൽ നിന്നും ഒരു വലിയ ബലം തരുന്നില്ലേ? നിന്റെ നിഷ്കളങ്കമായ ജീവിതം നിനക്ക് പ്രത്യാശ തരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കേട്ട എല്ലാ തിരുവചനങ്ങളിലും ഒരു കാര്യം വ്യക്തമാണ്: ഉറപ്പുള്ള വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുക? മലയെ മാറ്റുന്ന വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാവുക? ദൈവസന്നിധിയിലേക്ക് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ കയറി ചെല്ലാനുള്ള ഒരു വിശ്വാസം എങ്ങനെയാണ് നമുക്കുണ്ടാവുക? അത് ദൈവവുമായിട്ടുള്ള ആഴമേറിയ ഒരു സ്നേഹബന്ധത്തിലൂടെ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്നെ ദൈവം അനുഗ്രഹിക്കും, എന്നെ ദൈവം അനുഗ്രഹിക്കും, എന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് 1000 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് വിശ്വാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഞാൻ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അത് അതിൽ തന്നെ തെറ്റല്ല എങ്കിലും അതൊരു മാജിക് ഫോർമുല പോലെ വിശ്വാസത്തെ ഒരിക്കലും കൂട്ടുന്നില്ല. പകരം ദൈവവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധമാണ് നാം പോലും അറിയാതെ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, നമ്മൾ 10-ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് നമ്മളെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു സാറ്, ഒരു അധ്യാപകൻ വരികയാണെന്ന് വിചാരിക്കുക. നമുക്ക് 3 മാസം കൊണ്ടൊരു കാര്യം മനസ്സിലായി: ഈ നല്ലവനായ ടീച്ചർ, അധ്യാപകൻ ഒരിക്കലും കള്ളം പറയുന്നില്ല. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് പാലിക്കുന്ന സത്യസന്ധനായ ഒരു അധ്യാപകനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ
അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, SSLC പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്കും കെമിസ്ട്രിക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടിയെ ഇവിടെ നിന്നും ഞാൻ തന്നെ പൈസ മുടക്കി ഗോവയിൽ കൊണ്ടുപോയി ഫ്രാൻസിസ് സേവ്യറിന്റെ ചീഞ്ഞഴിയാത്ത മൃതശരീരം കാണിച്ചു കൊടുക്കുന്നതാണ്. ഇത് കേൾക്കുന്ന പാടെ കുട്ടികൾക്ക് ആർക്കും ഒരു സംശയവും തോന്നില്ല. സാർ, ഇത്രമാത്രം പൈസ മുടക്കി ഞങ്ങളെ ഗോവയിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഹോട്ടലിൽ താമസിപ്പിച്ച് ആഹാരം തന്ന് ഫ്രാൻസിസ് സേവ്യറിന്റെ വിശുദ്ധമായ ശരീരം കാണിച്ചു തരുമോ? ആർക്കും സംശയമുണ്ടാകുന്നില്ല. കാരണം കഴിഞ്ഞ 3 മാസം കൊണ്ട് തങ്ങളുടെ അധ്യാപകൻ കള്ളം പറയാത്ത വിശ്വസ്തനായ സത്യസന്ധനായ അധ്യാപകനാണ് എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് സർ പറഞ്ഞ കാര്യം അവർ 100% വിശ്വസിച്ചു, അവർ അത് ഏറ്റെടുത്തു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ നാം ആരാധിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുമ്പോൾ വചനം നമുക്ക് ജീവനുള്ളതായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. അത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രിന്റഡ് ലെറ്റർ മാത്രമല്ല, അത് പ്രിന്റ് ചെയ്തിരിക്കുന്ന അക്ഷരങ്ങൾ മാത്രമല്ല, അക്ഷരങ്ങൾക്ക് ജീവൻ വെച്ച് നമ്മോട് സംസാരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവുകയും നമ്മുടെ വിശ്വാസം വലിയതായിട്ട് തീരുകയും ചെയ്യുകയാണ്. ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ് ഈ സമയം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തുപോയതാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു പാക്കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ കപ്പലിലുണ്ടായിരുന്ന ഒരു മുസ്ലിം സഹോദരന്റെ 5 വയസ്സുള്ള കുട്ടി കടലിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീണുപോയി. കപ്പലിലുള്ള എല്ലാവർക്കും വലിയ സങ്കടമായി. കാരണം 5 വയസ്സുള്ള കുഞ്ഞ് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നു. ഇതാ ആ കുഞ്ഞ് കടലിലേക്ക് താഴ്ന്നു പോയി. ഈ കുഞ്ഞിന്റെ ബാപ്പ കടന്ന് നിലവിളിക്കുകയാണ്. കാരണം കുഞ്ഞിനെ കാണുന്നില്ല, കടലിൽ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ കരഞ്ഞു കരഞ്ഞ് തളർന്നു. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ എന്തുകൊണ്ടാണ് ഈ വിവരം ഫ്രാൻസിസ് സേവ്യർ എന്ന കത്തോലിക്ക പുരോഹിതനെ അറിയിക്കാഞ്ഞത്? അദ്ദേഹം ഈ കപ്പലിന്റെ മറ്റൊരു ഭാഗത്ത് മുഴുവൻ സമയവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മിഷനറി വൈദികനാണ്. ഇതറിഞ്ഞ ഈ മുസ്ലിം സഹോദരൻ 3-ാമത്തെ ദിവസമായപ്പോൾ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഫ്രാൻസിസ് സേവ്യറിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫ്രാൻസിസ് സേവ്യർ ഈ ദുഃഖകരമായ വാർത്ത കേട്ട ഉടനെ മുട്ടിന്മേൽ നിന്ന് തന്റെ 2 കരങ്ങളും എടുത്ത് വിരിച്ചുയർത്തി തന്റെ കയ്യിലിരുന്ന ക്രൂശ് രൂപം എടുത്തുയർത്തിക്കൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. സകലത്തിനും ജീവൻ തരുന്ന കർത്താവായ യേശുവേ, കടലിൽ 3 ദിവസം മുമ്പ് മുങ്ങിപ്പോയ കുഞ്ഞിനെ ജീവനോടെ കൊണ്ടുവരുവാനും തിരിച്ചു തരുവാനും ശക്തനായവനെ, മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വിധം പ്രവർത്തിക്കുന്ന നല്ല ദൈവമേ, കുഞ്ഞിനെ തിരികെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് അരമണിക്കൂർ അദ്ദേഹം നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റിട്ട് കുഞ്ഞിന്റെ അപ്പനോട് പറഞ്ഞു, നിങ്ങൾ കപ്പലിന്റെ 4 ഭാഗത്തും ഒന്ന് ചുറ്റി നടന്നിട്ട് വരിക. ഈ മനുഷ്യന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം കപ്പലിന്റെ പുറകിലേക്ക് ചെന്നപ്പോൾ അവിടെ ആ ഡെക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ കുഞ്ഞിനെ കണ്ടെത്തുകയാണ്. കുഞ്ഞിനെ ജീവനോടെ ഈ അപ്പന് തിരിച്ചു കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, സയൻസിനോ മനുഷ്യബുദ്ധിക്കോ എങ്ങനെയെന്ന് ഒരിക്കൽ പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത, വിവരിക്കാൻ സാധിക്കാത്ത ഈ അത്ഭുതം സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതത്തിലെ ഒരു മഹാത്ഭുതമാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല. ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് ഞാനും നിങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം കടുകുമണി പോലെയും പിന്നീട് വളർന്ന് 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 ഒരു പടുവൃക്ഷം പോലെയും നമ്മൾ പോലും അറിയാതെ ഉറച്ച വിശ്വാസം ഉണ്ടാവുകയാണ്. അബ്രഹാം ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കിയെടുത്ത ആളാണ്. അതുകൊണ്ട് അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, ദൈവമേ, ഈ ദേശം നശിപ്പിക്കപ്പെടാൻ പാടില്ല. രണ്ടാമതായി, അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന വളരെ കൃത്യതയുള്ളതായിരുന്നു. ഹിസ് റിക്വസ്റ്റ് വാസ് സ്പെസിഫിക്. അദ്ദേഹം കൃത്യമായിട്ട് കാര്യം അവതരിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ അബ്രഹാം ദൈവത്തോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ദൈവമേ, ഇവിടത്തെ നീതിമാന്മാർ ദുഷ്ടന്മാരോടുകൂടി ശിക്ഷിക്കപ്പെടാൻ അങ്ങ് അനുവദിക്കുമോ? 50 നീതിമാന്മാർ ഈ സ്ഥലത്തുണ്ടെങ്കിൽ ഈ ദേശം രക്ഷപ്പെടാനായിട്ട് അങ്ങ് ഇടപെടുകയില്ലേ? കർത്താവായ ദൈവമേ, ദുഷ്ടന്മാരോട് കൂടെ നീതിമാന്മാരെയും അങ്ങ് നശിപ്പിച്ച് കളയുമോ? എന്നിട്ട് ഒന്നുകൂടെ കൃത്യമായിട്ട് ചോദിക്കുകയാണ്, 50 പേരെ കിട്ടിയാൽ ഈ ദേശം നശിപ്പിക്കപ്പെടാതിരിക്കാൻ അങ്ങ് ഇടപെടുകയില്ലേ?
നമ്മിൽ അനേകർ പ്രാർത്ഥിക്കുന്നത് കാടടച്ച് വെടിവെക്കുന്നത് പോലെയാണ്. കർത്താവേ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, കർത്താവേ എൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ, കർത്താവേ എൻ്റെ ജോലി അനുഗ്രഹിക്കണമേ, കർത്താവേ എൻ്റെ യാത്രയെ അനുഗ്രഹിക്കണമേ, കർത്താവേ എൻ്റെ പട്ടിക്കുട്ടിയെ അനുഗ്രഹിക്കണമേ. നമ്മൾ ഒരു കാടടച്ച് വെടിവെച്ചുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവ മനുഷ്യരെന്നറിയപ്പെടുന്ന മനുഷ്യർ കൃത്യമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു. ഇത് ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവചനത്തിൽ യേശു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ യേശു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ച ഉപമയിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: എനിക്ക് 3 അപ്പം വായ്പ തരിക. എൻ്റെ സ്നേഹിതൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് 3 അപ്പം വായ്പ തരിക. കുറച്ചപ്പം തരിക എന്നല്ല, 3 എന്നുള്ള നമ്പർ വളരെ കൃത്യമായിട്ട് നമ്മൾ അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമല്ല, പകരം ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞതിന്റെ ലക്ഷണമാണത്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനത്തിൽ മക്കളില്ലാത്ത ഹന്നായുടെ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവായ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹന്ന പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ദാസിയുടെ ദുഃഖത്തെ അങ്ങ് തൃക്കൺ പാർക്കണമേ, എൻ്റെ സങ്കടത്തെ അങ്ങ് കാണണമേ. എനിക്ക് ഒരു മകനെ തന്നങ്ങ് അനുഗ്രഹിച്ചാൽ അവൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അവനെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, എത്ര കൃത്യമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരു മകനെ വേണം, ആ മകനെ അങ്ങ് തന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കില്ല, ഞാൻ അവനെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് വിട്ടുതരുമെന്ന് പറഞ്ഞ് വളരെ കൃത്യതയോടുകൂടി ഹന്ന പ്രാർത്ഥിക്കുകയാണ്. ഹന്നായുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹന്നായ്ക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് സാമുവൽ എന്ന ബാലൻ പിന്നീട് വലിയൊരു പ്രവാചകനായി ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശിൽ കിടന്ന് യേശു പിടയുമ്പോൾ യേശുവിൻ്റെ 2 ഭാഗത്തും ഓരോ കള്ളന്മാർ കിടപ്പുണ്ട്. അതിൽ ഒരുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഒരു കൃത്യമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കാടടച്ച് വെടിവെക്കുകയല്ല, എന്നെ അനുഗ്രഹിക്കണമേ എന്നല്ല അവൻ പ്രാർത്ഥിച്ചത്. അവൻ ഒരു കൃത്യമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ നീ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: നീ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നീ കുരിശിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് ഞാൻ വിശ്വാസത്താൽ കാണുന്നു. നീ കുരിശിന്റെ അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. നീ എന്നെ ഒന്ന് ഓർത്തേച്ചാൽ മതി. ബാക്കി എന്താ സംഭവിക്കുക എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടന്നുകൊണ്ട് ദൈവമേ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് മാത്രമല്ല അവൻ പറഞ്ഞത്, അവൻ വളരെ കൃത്യമായിട്ട് അവൻ്റെ ആവശ്യങ്ങളെ ഉണർത്തിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുകയാണ്: നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ലഭിക്കുന്നുമില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കൃത്യമായും വ്യക്തമായും നമ്മൾ കാര്യങ്ങൾ ചോദിക്കാൻ ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ: ദൈവത്തിൻ്റെ വചനമാണത്. 6000-ൽ പരം വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ വാഗ്ദാനങ്ങളെ ചുവന്ന മഷി കൊണ്ട് അടിവരയിട്ട് വച്ചിട്ട് ഓരോ വാഗ്ദാനവും എടുത്തു വച്ച് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട്. ദൈവത്തോട് നമ്മൾ പറയണം: ദൈവമേ, ഇത് നീ പറഞ്ഞതാണ്. ദൈവമേ, ഇത് നിന്റെ വചനമാണ്. ഇത് ആകാശവും ഭൂമിയും കടന്നു പോയാലും കോമ, വള്ളിയോ പുള്ളിയോ മാറത്തില്ല എന്ന് അങ്ങ് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ 6000 വാഗ്ദാനങ്ങളും ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ഈ 6000 വാഗ്ദാനങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഭയ്ക്കും എൻ്റെ ദേശത്തിനും ഈ ലോകത്തിനും സഭയ്ക്കും ദൈവമക്കൾക്കും അവകാശപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. അബ്രഹാം വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. 3, അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ 3-ാമത്തെ പ്രത്യേകത, അബ്രഹാമിന്റെ പ്രാർത്ഥനയിൽ ദൈവം ആരാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അബ്രഹാം പ്രാർത്ഥിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനം ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ഭൂമി മുഴുവന്റെയും വിധികർത്താവായ ദൈവമേ, അങ്ങ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ദൈവമേ, അങ്ങ് ആരാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഭൂമി മുഴുവന്റെയും വിധികർത്താവായ ദൈവമേ, യു ആർ ദ മൈറ്റി ഗാഡ്, യു ആർ ദ ക്രിയേറ്റർ, യു ആർ മൈ എവറിത്തിങ്. അങ്ങന്റെ സകലതുമാണ്. അങ്ങ് വിധികർത്താവാണ്, അങ്ങ് രാജാതിരാജനാണ്. അത് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് അബ്രഹാം തന്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ കുഴപ്പവും ഇത് തന്നെയാണ്. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടൻ തന്നെ പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, എൻ്റെ മോൾക്ക് 35 വയസ്സായി, കല്യാണം നടത്തി കൊടുക്കണമേ, ആമേൻ.
അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ദൈവം ആരാണ് എന്ന് ഏറ്റു പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്ത് നടക്കുന്ന ഒരു ആരാധനയെ പറ്റിയുള്ള മനോഹരമായ ഒരു രംഗം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ മാലാഖമാർ ചിറകുകൾ കൊണ്ട് മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്: പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 3 തവണ പറയുന്നതിന്റെ അർത്ഥം പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ. ദൈവം ആരാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ആരാധന പോലും അവിടെ നടക്കുന്നത്. ദൈവം പരിശുദ്ധനാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിലെ ആരാധന നടക്കുന്നത്. വീണ്ടും വെളിപാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവചനത്തിൽ ദൈവം ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്ത് ആരാധന നടക്കുന്നതിന്റെ ഒരു രംഗം കൂടി വിവരിച്ചിരിക്കുന്നു. വെളിപാട് 4:8 പരിശുദ്ധാത്മാവ് ദൈവവചനം എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു. ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടെ സ്വർഗവാസികൾ ദൈവം ആരാണെന്ന് വിളിച്ചു പറയുകയാണ്. ഇന്നലെയും ഇന്നും നാളെയുമുള്ളവനെന്ന് വിളിച്ചു പറയുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഒരു റബിനിക് സ്റ്റോറി ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ്. സങ്കീർത്തനങ്ങളിൽ ദൈവം ആരാണ് എന്ന് ഏറ്റു പറയുന്നത് കണ്ട ഒരു തയ്യൽക്കാരൻ ഒരു യഹൂദ റബ്ബിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു: റബ്ബി, ഞാനൊരു തയ്യൽക്കാരനാണ്, എൻ്റെ പേര് മെന്റൽ എന്നാണ്. ഞാൻ തയ്യൽക്കട തുടങ്ങിയ സമയത്ത് നന്നായിട്ട് കുപ്പായങ്ങൾ തയ്ക്കുമ്പോൾ ആളുകൾ വന്ന് എൻ്റെ അടുത്ത് പറയും: എൻ്റെ മെന്റലെ പല കടകളിലും ഞങ്ങൾ കുപ്പായം തുന്നാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിന്നെപ്പോലെ ഒരു തയ്യൽക്കാരനെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഓ, ഇറ്റ്സ് വണ്ടർഫുൾ, വളരെ മനോഹരമായിരിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഇത് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ തയ്യൽക്കട തുടങ്ങിയിട്ട് 2 വർഷമായി. നിന്റെ തയ്യൽ കൊള്ളാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കരി വരും. കാര്യം ഇത് കേട്ട് 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 മടുത്തു. അപ്പം റബ്ബി, ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും നാളുകളായിട്ട് മനുഷ്യരെല്ലാം കൂടെ ദൈവമേ നീ പരിശുദ്ധൻ, നീ നല്ലവൻ, ഓ നീ സർവശക്തൻ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് എന്തുമാത്രം അസ്വസ്ഥതയായിരിക്കും സത്യത്തിൽ ഉണ്ടാകുന്നത്. റബ്ബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: മെന്റൽ, ഇവിടെ ദൈവത്തിന്റെ സ്വസ്ഥതയോ അസ്വസ്ഥതയോ അല്ല പ്രശ്നം. ദൈവമേ നീ നല്ലവൻ എന്ന് പറയുമ്പോൾ പൊങ്ങിപ്പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവമേ നീ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ കോളർ പിടിച്ചു പോക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളെല്ലാം കൂടി താങ്ങിപ്പിടിച്ചിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾ മനുഷ്യർ 2 ചീത്ത വിളിച്ചാൽ മഹത്വം കുറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പകരം ദൈവം ആരാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. ദൈവം ആരാണെന്ന് നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ്സ് ദൈവത്തിനല്ല, മക്കളായ നമുക്ക് തന്നെയാണ്, ആരാധിക്കുന്ന നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത്. ദൈവത്തെ ഏറ്റുപറയുന്ന ഓരോ നിമിഷത്തിലും നമ്മളിലേക്ക് ദൈവത്തിൻ്റെ തേജസ് വന്ന് നിറയുകയാണ്, നമ്മളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം വന്ന് നിറയുകയാണ്, നമ്മുടെ നാവിൽ പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ നാം പോലും അറിയാതെ ദൈവീക കിരണങ്ങൾ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദർ തെരേസയെ കാണുവാൻ വേണ്ടി ഒരിക്കൽ വെള്ളക്കാരുടെ നാട്ടിൽ നിന്നും ഒരു ഫോട്ടോഗ്രാഫർ കടന്നു വന്നു. മദർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഒടുവിൽ അവിടുത്തെ സിസ്റ്റർമാർ സമ്മതിച്ചു. മദർ തെരേസ പോലും അറിയാതെ ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തിന് അനുവാദം കിട്ടി. മദർ സക്രാരിയിൽ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാനുള്ള മുറിയിൽ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി: അവിടെ ആവശ്യത്തിന് വെളിച്ചമില്ല. ചെറിയ ഒരു കെടാവിളക്കിന്റെ പ്രകാശത്തിലാണ് മദർ തെരേസ പ്രാർത്ഥിക്കുന്നത്. ഫോട്ടോ ക്ലിയർ ആകത്തില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു 3-4 ഫോട്ടോസ് പല ആംഗിളിൽ നിന്ന് അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിന് അറിയാം ഇതൊന്നും കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ തന്നെ മദറിനെ കാണുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം തിരിച്ച് യാത്ര ചെയ്ത് ഈ വെള്ളക്കാരനായ ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിന്റെ ദേശത്ത് തിരിച്ചെത്തി ലാബിൽ ഈ ഫിലിംസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അത്ഭുതം കാണുകയാണ്.
അദ്ദേഹത്തിന്റെ 4 ഫോട്ടോകളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മദർ തെരേസയുടെ ചുറ്റും ഒരു പ്രകാശ ഗോളം നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം ഈ ഫിലിമിൽ കാണുകയാണ്. പിന്നീട് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഈ ഫിലിം കൊണ്ടുപോയി പഠിച്ചതിന് ശേഷം അവർ ഒരു നിഗമനത്തിൽ എത്തുകയാണ്. ഇത് സാധാരണ പ്രകാശമല്ല, ഇത് ഭൂമിയിൽ സാധാരണ വെളിച്ചമല്ല, ഒരു ബൾബിൽ നിന്നോ ലൈറ്റിൽ നിന്നോ വരുന്ന വെളിച്ചമല്ല, ഇത് മറ്റേതോ ഒരു വെളിച്ചമാണ്. അവിടെ ഇരുന്നു കൊണ്ട് നിശബ്ദമായ ഭാഷയിൽ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന യേശുവിനെ അവിടെ ആരാണ് എന്ന് മദർ തെരേസ മഹത്വപ്പെടുത്തിയ സമയത്ത് ഗുണം യേശുവിനല്ല കിട്ടിയത്, മദർ തെരേസയ്ക്കാണ്. മദറിന്റെ ശരീരം മുഴുവനും ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു, ദൈവത്തിന്റെ തേജസ് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു. നമ്മൾ ദൈവത്തെ ചീത്ത വിളിക്കുമ്പോൾ നഷ്ടം ദൈവത്തിനല്ല, നമുക്ക് തന്നെയാണ്. നമ്മുടെ പ്രകാശം കുറയുന്നു, നമ്മുടെ മഹത്വം കുറയുന്നു, നമ്മുടെ ആത്മാവിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു, നമ്മുടെ മുഖം ഇരുണ്ടു പോകുന്നു, നമ്മൾ പാപത്തിലേക്ക് പോകുന്നു, നമ്മുടെ ഗ്ലോറി നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ലാഭം നമുക്ക് തന്നെയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അബ്രഹാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 4-മതായി അബ്രഹാം എളിമയോടെ പ്രാർത്ഥിച്ചു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 27-ാമത്തെ തിരുവചനം, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. അബ്രഹാം ഇങ്ങനെ പ്രാർത്ഥിച്ചു: പൊടിയും ചാരവുമായ ഞാൻ എന്റെ ദൈവത്തോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹാം ഇങ്ങനെയല്ല പ്രാർത്ഥിച്ചത്, കർത്താവേ ഞാൻ എത്രയോ വർഷമായിട്ട് നിന്നോട് കൂടെ നടക്കുന്നു, ഞാൻ ആരാ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭക്തൻ, അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണമെന്നല്ല. പകരം പൊടിയാണ് ഞാൻ, ചാരമാണ് ഞാൻ. തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് അബ്രഹാം പ്രാർത്ഥിച്ചു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം, വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. വീണ്ടും ദൈവത്തിന്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു: എളിമയുള്ളവന്റെ പ്രാർത്ഥന മേഘം തുളച്ചു കയറുന്നു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ജോർജ് വാഷിംഗ്ടൺ തന്റെ പട്ടാളക്കാരോടുകൂടി ഒരിക്കൽ അമേരിക്കയിൽ യാത്ര ചെയ്യുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു മതില് കണ്ടിട്ട് അതിന്റെ കല്ലുകളും ഇഷ്ടികകളും എടുത്ത് നേരെ വെച്ചു. അത് കണ്ടുകൊണ്ടുവന്ന ഒരു മനുഷ്യൻ പറഞ്ഞു: ജനറൽ, താങ്കൾ ഉന്നത പദവിയിലുള്ള ഒരാളല്ലേ, ഒരു കൂലിപ്പണിക്കാരൻ ചെയ്യുന്ന ഈ കല്ലെടുത്ത് വയ്ക്കുന്ന ജോലി താങ്കൾക്ക് പറ്റിയതല്ല കേട്ടോ. ജോർജ് വാഷിംഗ്ടൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഒരു മനുഷ്യൻ വലിയവനാണോ ചെറിയവനാണോ എന്നറിയുന്നത് ഒരു മനുഷ്യൻ തന്റെ സ്റ്റാറ്റസിന് ഒട്ടും പറ്റിയതല്ല, തന്റെ അന്തസ്സിന് ഒട്ടും പറ്റിയതല്ല എന്ന് താൻ കരുതുന്ന ഒരു കാര്യം സന്തോഷത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ വലിയവനാണ്. ഇത് പറഞ്ഞ ജോർജ് വാഷിംഗ്ടനെ ദൈവം അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കി ഉയർത്തിയതിൽ അത്ഭുതമുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവം എളിമയുള്ളവരെ ഉയർത്തുന്നു. ഇതറിയാവുന്ന അബ്രഹാം എളിമയോടുകൂടെ പ്രാർത്ഥിച്ചു. ഒരു പട്ടാള ജനറലായിരിക്കെ പട്ടാളക്കാർ സല്യൂട്ട് അടിക്കുന്ന ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് താഴെ ഇറങ്ങി കല്ലുകൾ എടുത്തു വെച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഭിത്തി നേരെയാക്കിയിട്ട് കടന്നു പോവുകയാണ്. മനുഷ്യൻ പറയുകയാണ്: ചെറിയ കാര്യങ്ങൾ മഹത്വത്തോടെ സന്തോഷത്തോടെ ചെയ്യുന്ന മനുഷ്യൻ വലിയ മനുഷ്യനാണ്. 5-മതായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹാം മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. എന്റെയും നിങ്ങളുടെയും പ്രധാന പ്രോബ്ലം ഇവിടെ തന്നെയാണ്. 9 ആഴ്ച പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നിർത്തുന്നു, 9 വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു, 9 മാസാദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു. എന്നാൽ അബ്രഹാം അങ്ങനെ ആയിരുന്നില്ല. അബ്രഹാം മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ദൈവമേ, 50 നീതിമാന്മാരുണ്ട്, നശിപ്പിക്കുമോ? ഇല്ല. അവിടെ കൊണ്ട് നിർത്തിയില്ല. 40 പേരുണ്ടെങ്കിൽ ഇല്ല, നിർത്തിയില്ല. 30 പേരുണ്ടെങ്കിൽ നിർത്തിയില്ല. 20 പേരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ. കാണുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ബൈബിളിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള വചനങ്ങൾ ചിലപ്പോൾ യുവജനങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള ഒരു വചനമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെയാണ്: നിർബന്ധം നിമിത്തം നിനക്കാവശ്യമുള്ളത് തരും, നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. പ്രിയപ്പെട്ടവരെ, ഇന്നിത് അടിവരയിട്ട് വയ്ക്കണം. നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് തരുമെന്ന് പറയുന്ന ഒരു ദൈവം. നമ്മൾ വാശി പിടിച്ച് നിർബന്ധം കാണിച്ചാൽ ദൈവം തന്റെ സിംഹാസനം വിട്ട് എഴുന്നേറ്റ് തരുമെന്ന് ലൂക്കാ 11:9 ഈശോ ഉടനെ പറഞ്ഞു: ചോദിക്കുമെൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും,
മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇത് പറഞ്ഞു. ആ നിർബന്ധ നിമിത്തം എന്നുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കട്ടെ. അബ്രഹാം നിർബന്ധം പിടിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ഒരു എളിയ നിർബന്ധം പിടിക്കാം. അബ്രഹാമിനെ പോലെ ലോകത്തിനു വേണ്ടി, സഭയ്ക്കു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഓടി വരുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അബ്രഹാം മധ്യസ്ഥം വഹിച്ചതുപോലെ അങ്ങയുടെ മുൻപിൽ എളിമയോടും വിശ്വസ്തയോടും കൂടെ കർത്താവെ മധ്യസ്ഥം വഹിച്ച് കുടുംബത്തിനു വേണ്ടി, തകർന്നവർക്കു വേണ്ടി, ലോകത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനാ വീരന്മാരാക്കണമേ കർത്താവെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.